ഇന്ന് നമുക്ക് കുറഞ്ഞ സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പുഡിംഗ് ചെയ്തെടുക്കാം. തീ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങളതിലേക്ക് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തിളച്ച് വരുമ്പോൾ നിങ്ങളതിലേക്ക് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ആ പഞ്ചസാര അതിലേക്ക് ലയിച്ചതിന് ശേഷം നിങ്ങൾ അതിലോട്ട് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. പിന്നെ ഞാൻ ചെറിയ പീസ് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ബട്ടർ. പിന്നെ നമ്മുടെ കോൺഫ്ലവർ മിക്സ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് കുറുക്കി തണുപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റ് എടുക്കുക. വേറൊരു പാത്രത്തിലേക്ക് മിൽക്കും കൊക്കോ പൗഡറും ആഡ് ചെയ്തൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെടുത്ത ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അത് ആ മിക്സിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പുഡിംഗ് ട്രേയിലോട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കൊക്കോ പൗഡറിൻ്റെ മിക്സ് മുകളിലായിട്ട് എല്ലായിടത്തും നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ലെയറേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ബാക്കി വന്നത് വേറൊരു പാത്രത്തിലോട്ടാട്ടോ ചെയ്തത്, കാരണം ഈ പാത്രം അതിന് അത്ര വലിപ്പമുള്ളൂ. പിന്നെ ഞാൻ ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിയിട്ട് സൈഡിൽ ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, കാരണം ടേസ്റ്റ് കൊണ്ട് ഞാൻ കഴിച്ചപ്പോൾ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല ടേസ്റ്റാണ്. കുറഞ്ഞ സമയത്തിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.